ഒരു ദിനം കനവിൻ മലർവനം അരികിലൊരു മിഴികളിലനരുകയോ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫുഡ് ഫോർ പീപ്പിളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണ ഒരു വേൾഡ് ഫേമസ് ഐറ്റമാണ് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി എങ്ങനെ അടിപൊളി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ് മാൻ. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾ ആദ്യം എടുത്തിട്ടുണ്ട്, നമുക്ക് മഞ്ഞൾ അരയ്ക്കാം. നമ്മൾ മഞ്ഞൾ അരച്ചിട്ടുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾ അരച്ചിട്ടുണ്ട്, നമുക്ക് മഞ്ഞൾ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വറമുളക് എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വറമുളക് നമുക്ക് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഇത് വറമുളക് നമ്മളിങ്ങനെ ഇതിൽ അരയ്ക്കുന്ന കാരണം ടേസ്റ്റ് കുറച്ച് എക്സ്ട്രാ. വറമുളക് അരച്ചെടുത്തിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിയാനായിരിക്കും. കുറച്ച് 2-3 ഉള്ളി കൂടെ ഉണ്ട്, നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി പണിയാണ്. കൈ നോക്കിക്കോട്ടെ ശീല. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഒന്ന് ആദ്യം പറന്നോട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അതിൽ ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഉള്ളി ബ്രൗണിഷ് കളറായി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബാസ്മതി അരിയാണ്, 2 കിലോ അരി. നമുക്ക് ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേറെ വെള്ളത്തിൽ ഇനി അരമണിക്കൂർ കുതിരാൻ വെക്കാം. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന അവിടെ ഒരു ചേരുമ്പഴം കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിച്ചു കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഇട്ടത്. സുവല് എനിക്ക് വേണം താടാ. ഓ ഇത് കത്തി വേണ്ട, കടിച്ചിട്ട് ഇത് ചക്കര കട്ട് ചെയ്താൽ കിട്ടില്ല. പറ്റില്ലേ? സ്വലാം വേണ്ട, നോട്ടെ, ടേസ്റ്റ് നോട്ടെ. കുഴപ്പമില്ല, ചക്കോലുണ്ടായിരുന്നു. അപ്പം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊരു 2.5 സ്പൂണോളം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത വറമുളക് ഇടാം. അതിനുശേഷം മഞ്ഞൾ, ഇതൊക്കെ നമ്മൾ അരച്ചെടുത്തതാണ് ഒരു ടേസ്റ്റിന് വേണ്ടി. അമ്മിയിൽ അരച്ചാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തൈര്, നമ്മളൊരു 1/4 ലിറ്ററിന് മേലെ തൈര് എടുത്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഇഞ്ചിൻ്റെ പേസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഹൈദരാബാദി സ്റ്റൈൽ ദം ബിരിയാണിൻ്റെ മെയിൻ സ്പെഷ്യൽ വന്നിട്ട് നമ്മൾ ഈ മസാലൻ്റെ കൂടെ തന്നെ ഇതിൽ മല്ലി ഇടും, പിന്നെ അതേപോലെ പുതിന നമ്മൾ ഇതിലേക്ക് ഇടും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അപ്പോഴേ വറുത്തെടുത്ത ഈ ഉള്ളിയും ഇതിൽ ഇടും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടിപൊളിയുണ്ട്. ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. ഒരല്പം മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല സെറ്റ് ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെക്കാം. ഇതാ വെള്ളം നമുക്ക് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. മസാല എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ടൈം വെക്കും, 1 അരമണിക്കൂർ റെസ്റ്റ് ടൈം വെക്കണം. വറുകൊക്കെ എടുക്കുക. വറകൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, നമുക്ക് കത്തിക്കാം. സുഹേലേ അത്തിപ്പൊടി എടുക്കടാ. അപ്പോൾ ഗായ്സ് ലെറ്റ്സ് കത്തിക്കൽ ദിസ്. ഓ ഫസ്റ്റ് തന്നെ പിടിച്ചിട്ടാ, പിടിച്ചു അങ്ങനെ കത്തട കുറച്ച്. അപ്പോൾ നമ്മൾ വിറക് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചട്ടിയൊന്ന് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബിരിയാണി കൂട്ടൊക്കെ ഒന്ന് ഇതിലിടാം. നമ്മളിതിൽ ഒരുപാട് എടുത്തിട്ടുണ്ട് നമ്മളെ പാത്രത്തിൽ, പക്ഷെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് അരി ഇടാം. തിളപ്പ് തളതളാൻ തിളച്ചിട്ടുണ്ട്. കൂട്ട് 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 വാരം. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. അരി ഒരു ഏകദേശം ഒരു 3/4 വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അരി ഒന്ന് വാരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ദമ്മിടാൻ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ ഇടുന്ന ഉപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇതിലേക്ക് ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുന്നത് കൊണ്ട് അത്ര ഉപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കിതൊന്ന് വാരി വെക്കാം ദമ്മിടാനായിട്ട്. വാവ്, അടിപൊളി മണം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി ചിക്കനാണ്, നമുക്കിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ചിക്കൻ നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്ക് ചോറ് ദമ്മിടാം. നമുക്ക് സ്റ്റെപ്പായിട്ട് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. ആദ്യം നമ്മൾ അല്പം ചോറിടാം കുറച്ച്.
താഴത്തെ സ്റ്റെപ്പ് നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ നമുക്ക് ഇതിലിടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചോറിടാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഗ്രേവിയും മുഴുവനും നമുക്ക് ഇതിലിടാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോറിടാം. അടുത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ഉള്ളി ഇതിലിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇലയൊന്നും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ ചോറ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലിടാൻ പോണത് തീരെ ആവശ്യമില്ലാത്തൊരു സാധനം തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മളൊരു പിസ്ത ഫ്ലേവറിലുള്ള ഒരു ഗ്രീൻ കളർ ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു അല്പം നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു കളറിന് വേണ്ടി, ഒരു വീഡിയോയിൽ കാണാൻ ഒരു ചന്തത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും ഇത് ഉപയോഗിക്കുന്നത് തന്നെ. തീരെ നിർബന്ധമില്ല ഇത്. അടുത്ത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതിൽ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം എല്ലാവരുടെയും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഉണക്കമുന്തിരി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി ഇതേമാതിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ദമ്മിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം കുറച്ച്. ഇനി നമുക്ക് ഈ തീ കരിയൊന്ന് എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കനലൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. അടിപൊളി. അപ്പോൾ എല്ലാം സെറ്റായിട്ട് വിചാരിക്കുന്നത്. നമുക്ക് അപ്പോൾ ഒന്ന് പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് വിളമ്പാം. അപ്പോൾ ദം അടിപൊളിയായിട്ട് ഉണ്ട്. നമുക്ക് ചോറ് നമുക്കൊന്ന് എടുക്കാം. എന്താ രസം. നല്ല മണല്ലേ സോല? നല്ല മണം. ഓഹോ ശരിയല്ലേ? ഇത് ഹൈദരാബാദ് ബിരിയാണി അല്ലേ? ഹിന്ദി പറ. हिंदी ला भैया ये हैदराबाद बिरयानी है तारी कोटुड़ा मुझे मुझे എനിക്കും നമുക്ക് ടേസ്റ്റ് നോക്കല്ലേ? ടേസ്റ്റ് ചെയ്തോ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓ കുറേ നേരമില്ലേ വെള്ളം വീട്ടിയിരിക്കുന്നത്. भाई कैसे है? बहुत अच्छा. अच्छा भाई. अच्छा भाई സൂപ്പർ ആയിട്ടുണ്ടെന്നാ പറഞ്ഞത് കേട്ടാ. ഹൈദരാബാദി ദം ബിരിയാണി പൊളിച്ചു. അച്ഛനെ നോ രക്ഷ. കാര്യം പറയണം. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോടെ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.